നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബിജു കുളങ്ങര. ഞാൻ കിഴക്കോട്ട് നോക്കി നിൽക്കുകയാണ്. തെക്ക് ഭാഗത്തുള്ള വടക്കോട്ട് അഭിമുഖമായ ഒരു വേദിയിൽ സംഗീത കച്ചേരി ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. അവിടേക്ക് രമേശ് ചെന്നിത്തല വന്നു. അദ്ദേഹം വേദിയിലേക്ക് കയറുവാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതിനു സാധിച്ചില്ല. ഒടുവിൽ സദസ്സിൽ വന്നിരുന്നു. സ്റ്റേജിന് മുന്നിൽ സദസ്സിലേക്ക് നോക്കി സത്യസായി ബാബ ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് ആ കാഴ്ച വളരെ അത്ഭുതകരമായി തോന്നി. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ അമൃതാനന്ദമയിയുടെ മുന്നിൽ ഇരിക്കുകയാണ്. അമൃതാനന്ദമയി മുന്നിലിരുന്ന ഒരു താലത്തിൽ നിന്നും ഭസ്മം എടുത്ത് എൻ്റെ നെറ്റിയിൽ തൊട്ടു. അതിനുശേഷം മറ്റൊരു താലത്തിൽ നിന്നും സിന്ദൂരവും ചന്ദനവും ചേർന്ന പ്രസാദം എൻ്റെ നെറ്റിയിൽ തൊടുന്നതിന് വേണ്ടി താലത്തിൽ നിന്ന് പ്രസാദം എടുക്കാൻ നോക്കി. അതായത് സിന്ദൂരവും കളഭവും കൂടി അവരെടുക്കുവാനായി വിരലുകൊണ്ട് തോണ്ടി. എന്നാൽ അതിനുശേഷം ആ സമയം തന്നെ അവരുടെ വിരലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു. ഞാൻ ആ വിരലുകളിലേക്ക് നോക്കിയിരുന്നു. അവർ പെട്ടെന്ന് ചലനമറ്റ് വലതു ഭാഗത്തേക്ക്, അതായത് എനിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന മാതാപ്രധാനന്ദ വലതു ഭാഗത്തേക്ക് ചരിഞ്ഞു. ഞാൻ വേഗം എൻ്റെ ഇടത് കൈകൊണ്ട് അവരെ താങ്ങിപ്പിടിച്ചു. ഈ സമയം അത്രയും, അതായത് എനിക്ക് ചന്ദനം തൊടുന്ന ആ സമയം എൻ്റെ വലത് സൈഡിലായിട്ടൊരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. മാതാപ്രധാനന്ദമയുടെ ഓപ്പോസിറ്റ് ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ആ സ്ത്രീ ഈ കാഴ്ചകളെ കണ്ട് നിസ്സംഗതയോടെ ഇരിക്കുകയായിരുന്നു. ഇത് ഇന്നലെ പുലർച്ചെ, അതായത് 29/10/2025 4:36 കണ്ട ഒരു സ്വപ്രദർശനമാണ്. ഇന്നലെ പുലർച്ചെയാണ് മാതാനന്ദമയിക്ക് പെട്ടെന്ന്, അതായത് അവരുടെ ശ്വാസം നിലച്ച് അവർ ഇരിക്കുന്ന ഇരിപ്പിൽ വലതു ഭാഗത്തേക്ക് ചരിഞ്ഞു വീഴുന്നതായിട്ടൊരു സ്വപ്രദർശനം ഇന്നലെ എനിക്ക് ഉണ്ടായി. അതാണ് ഞാനിവിടെ പറഞ്ഞത്. താങ്ക് യു.